ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി കേട്ടോളൂ, സൂറത്തു ഇദാ സുൽസിലത്തിന്റെ ബാക്കി ആയത്തുകൾ കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമഇദി യസ്ദുറുൻ നാസു അസ്താതൻ ലിയുറൗ അഅ്മാലഹും. കൂട്ടം കൂട്ടമായും എല്ലാവരെയും കൊണ്ടുവരപ്പെടുമെന്ന്. എന്തിനാണെന്നറിയോ? ലിയുറൗ അഅ്മാലഹും. അവർ ചെയ്ത അമലുകളെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടം കൂട്ടമായി കൊണ്ടുവരപ്പെടുമെന്ന് ഖുർആൻ. നല്ലവരുടെ കൂടെ കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുണ്ടല്ലോ, ഒരു കൂട്ടം കൂട്ടമായി വരുന്ന ആ കൂട്ടത്തിൽ ഏത് കൂട്ടത്തിലാ വന്നത്? ഇന്നാളുടെ കൂടെയാ വന്നത്. അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ദുആ തന്നെ നമുക്ക് നിർബന്ധമാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ നിഅമത്ത് ചെയ്തവരുടെ വഴിക്ക് ചേർക്കണേ. സൂറത്തുൻ നിസാ വ്യാഖ്യാനിച്ചുകൊണ്ട് വീണ്ടും ആയത്തിലുണ്ട്, മിനൻ നബിയീന വസ്സദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. ആ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തട്ടെ. ആ കൂട്ടത്തിൽ അവരുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ. നമ്മളൊരു സ്ഥലത്ത് ഗസ്റ്റായി ക്ഷണിക്കപ്പെട്ട് ചെന്നു കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം കൊടുക്കുന്നിടത്തേക്ക് വിളിക്കപ്പെട്ടാൽ കാണാറുണ്ടല്ലോ പലപ്പോഴും. ഇവിടെയൊക്കെ അനുഭവമുണ്ട്. ആ സയ്യിദന്മാരൊക്കെ ഇരുത്തുന്നിടത്തേക്ക് സയ്യിദല്ലാത്ത ഞങ്ങളൊക്കെ വിളിക്കും. ചിലപ്പോ ഉസ്താദ് ഇവിടെ ഇരുന്നാ മതി, അവിടെ ഇരിക്കേണ്ട, ഇവിടെ ഇരുന്നാ മതി. എന്തേ? കുറച്ചും കൂടി പരിഗണന ആ കൂട്ടത്തിൽ പോണ്ട. ഈ കൂട്ടത്തിൽ അത് മോശമായിട്ടല്ല, ഇതിലൂടെ നല്ല ഒരു പരിഗണന ഇവിടെ ഉണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽ, ഈ കൂട്ടത്തിൽ നമ്മൾ വരേണ്ടത് ഏത് കൂട്ടം? നബിമാര്, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത്താജിറു സദൂഖുൽ അമീനു മഅശ്ശുഹദാഇ യൗമൽ ഖിയാമ ഖാല റസൂലുള്ളാഹി. ഇമാം അഹ്മദിന്റെ മുസ്നദ് സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. ഒരു സത്യസന്ധനായ കച്ചവടക്കാരൻ ശുഹദാക്കളുടെ കൂടെ ആ സ്വർഗ്ഗത്തിലേക്ക് വരാ, മഹ്ശറയിലേക്ക് വരാ. സയ്യിദുനാ റസൂലുള്ളാഹി മഹ്ശറയിലേക്ക് വരുന്ന പണ്ഡിതന്മാരുടെ മുന്നിൽ നിൽക്കുന്ന മഹാപണ്ഡിതൻ, പതാക പിടിച്ചു നിൽക്കുന്ന പണ്ഡിതൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. കമാ ഖാല റസൂലുള്ളാഹി. ഈ സമുദായത്തിലെ പണ്ഡിതന്മാരെ മുന്നിൽ നിന്ന് നയിക്കുന്ന പണ്ഡിതന്മാരുടെ പതാകയ്ക്ക് വേണ്ടി മുന്നിൽ അതിന് നേതൃത്വം നൽകുന്ന, പതാകയുടെ കീഴിൽ ആലിമീങ്ങളെ വിളിച്ചു വരുത്തുന്ന ഒരു നേതൃത്വത്തിന്റെ സംഘം കാണാം. അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആണ്. ആ നേതൃത്വത്തിന്റെ മുൻനിരയിലുള്ള പതാക ഏന്തിയ മഹാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു അവിടെ കേറ്റിത്തരട്ടെ, കൂട്ടിത്തരട്ടെ. സ്വാലിഹീങ്ങളുടെ കൂടെ, ഹജ്ജിന് പോയവരുടെ കൂടെ, ഹജ്ജ് കബൂലായവരുടെ കൂടെ, റമളാന്റെ നോമ്പ് കബൂലായവരുടെ കൂടെ, നിസ്കാരത്തിൽ ഒരു കിത്തിരി വീഴ്ചകളുണ്ടെന്നാലും നല്ല ഖൽബായിരുന്നു, പടച്ചോനെ പേടിയുള്ള ആളായിരുന്നു, ഇഖ്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇഖ്ലാസ് ഉള്ളവരുടെ കൂടെ, സദഖയുടെ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകേണ്ടവർ. ഇക്കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിലെ വഅദ് പരിപാടികളൊക്കെ കഴിഞ്ഞ് റബീഉൽ അവ്വലിൽ പ്രഭാഷണം നടത്താൻ വേണ്ടി എടുത്തു വെച്ച എന്റെ നോട്ടിന്റെ മാറ്ററുകൾ, ഫയലുകൾ ഞാൻ ഇങ്ങനെ ഇന്നലെ എന്റെ മേശപ്പുറത്ത് നിരത്തി വെച്ചു. എന്നിട്ടോ ഇന്ന വിഷയം പറഞ്ഞത്, ഇന്ന ഫയൽ, അത് ഇത്, ഇങ്ങനെ ഓരോന്ന് തിരിച്ചു വെച്ചു. ഓരോ ഫയലുകളായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതിലേക്ക് മാറ്റി വെച്ചു. അപ്പൊ 2022 ഞാൻ റെഫർ ചെയ്തത് അവിടെ, 2018, 2017 അങ്ങനെ ഓരോന്നിനും ഓരോ ഫയലുണ്ട്. ആ ഫയലുകളിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചു. അങ്ങനെ സൂക്ഷിച്ചു വെക്കാം. ഒരു സംഘമായിട്ട് എല്ലാം കൂടി ആലമരയിലേക്ക് വെക്കാനുള്ളതാണ്. പക്ഷെ ആ ഫയലിൽ കയറേണ്ടത് അങ്ങനെ പോകണം. ഇതുപോലെ ഓരോ ഫയലുകളാക്കി മാറ്റി വെക്കും. ഒരു ഓഫീസ് വർക്ക് അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ ഓരോ ഫയലുകൾ, എന്തിനേറെ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ അടുക്കളയിൽ പരിപ്പിട്ട് വെക്കാൻ ഒരു പാത്രം, ഉള്ളിമുളകും വേറൊരു തട്ടില്, അല്ലെ? അങ്ങനെയൊക്കെ ഓരോന്നിനും ഓരോ വകുപ്പുകളുണ്ട്. നല്ലത് ചെയ്ത ആളുകൾ വരും, അവരെ ഓരോ വകുപ്പുകളാക്കി തിരിക്കും. ഖുർആൻ പറയുന്നു, ഖിയാമത്ത് നാൾ ഈ ഭൂമി തകർന്ന് തരിപ്പണമായ ശേഷം ഒരു നിമിഷം കൊണ്ട് തകരുന്നത്. ആ ഒരു നിമിഷത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല നമുക്ക്. തകർന്ന് വീഴാൻ നമ്മൾ. ഖിയാമത്ത് നാളിന്റെ ഊത്ത് 3 വിധമാണ്. പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്തുണ്ട്, തകർക്കാൻ വേണ്ടിയുള്ള ഊത്തുണ്ട്, ഉണർത്താൻ വേണ്ടിയുള്ള ഊത്തുണ്ട്. അല്ലാഹു അഭയം തരട്ടെ. ഉണർത്താൻ വേണ്ടിയുള്ള ഊത്തില്
അതുപോലെ തന്നെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്തില്, തകർക്കപ്പെടാനുള്ള ഊത്ത്, ഇതൊന്നും താങ്ങാൻ പറ്റുന്നതല്ല. ഒരു നല്ല ഇടിവെട്ടം കേട്ട് കഴിഞ്ഞാൽ പിന്നെ പേടി നമുക്ക്. നമ്മളോടാണ്. ഒരു ഇടി വെട്ടുന്ന ശബ്ദം കേട്ട എന്തിനേറെ. ഒരു 10-10:30 ആയപ്പോ വീടിന്റെ പുറകുവശത്ത് ബാത്റൂം ഉണ്ട്. അവിടെ നിന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ആ ഷീറ്റിട്ട, ഈ അലൂമിനിയത്തിന്റെ ഷീറ്റിട്ട ആ തകരത്തിന്റെ മുകളിലേക്ക് ഒരു തേങ്ങ വാടി ചാടിയ തീർന്ന് അവിടെ ഇരിക്കാൻ കുത്താതെ വീണു പോകും നമ്മള്. ഒരു പൂച്ച അതിലെ പോയി തീർന്നു. അങ്ങനെയുള്ള ആൾക്കാരോടാണ് ഖിയാമത്ത് നാൾ പറയുന്നത്, അല്ലേ? അങ്ങനത്തെ പെട്ടെന്ന് നടുങ്ങി പോകുന്ന നമ്മളോട് പറയാ, പഠിച്ചോനെ എന്തൊരു നടുക്കമാണ് നമുക്ക്. ഒരു നായ അങ്ങനെ നടുങ്ങോ? എത്ര നടുങ്ങി ഞെട്ടി ഉണരുന്ന പോലൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. അത്രയും ദുർബല നമ്മള്. നമ്മുടെ സെറിബ്രോം, നമ്മുടെ സെറിബെല്ലോം, നമ്മുടെ ശരീരത്തിൽ നമുക്ക് പെട്ടെന്നുള്ള ഉണർവുകളെ കൺട്രോൾ ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗങ്ങൾ വളരെ ദുർബലം. ആ തലക്ക് കൈ പൊത്തിയിട്ട് ഒരൊറ്റ പൊട്ടിക്കൽ കൊടുത്ത ആള് മരിച്ചു പോകും. അത്രേ ഉള്ളൂ. നമ്മള് ഹെൽമെറ്റ് വെക്കാതെ എത്ര നായ്ക്കുട്ടികളെ റോട്ടിലൂടെ നടക്കണം. അവർക്കൊല്ല ഹെൽമെറ്റ് ഉണ്ടോ? മനുഷ്യൻ ഹെൽമെറ്റ് വെച്ചാലും കാര്യമില്ല, എന്നാലും പൊട്ടും. അത്രയും ദുർബല നമ്മുടേത്, അത്രയും ദുർബലത. ഈ ഞെട്ടിയുടെ ഭാഗത്ത് നിന്ന് 2 മുട്ട് കൊടുത്തിട്ട് തുറന്നു ഒരു അടുപ്പ്, അത്രേ ഉള്ളൂ. അല്ലാഹുവേ, അത്രയും ദുർബലരായ മനുഷ്യനോട് പറയാ ഈ ഖിയാമത്ത് നാൾ. അതുകൊണ്ടൊക്കെ തന്നെ അള്ളാഹു പറഞ്ഞത് ഖിയാമത്ത് നാളെ ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിനേക്കാളും അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആള്, പ്രസവം അടുത്ത പെണ്ണാവട്ടെ, അവള് പ്രസവിച്ചു പോവും. അപ്പൊ ആ അവസ്ഥ എന്തൊരു കാഴ്ചയിരിക്കുന്നത്. ഇനി കേട്ടോളൂ, മനുഷ്യന്മാർ അത് കഴിഞ്ഞ് വിചാരണക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുമ്പോ യൗമഇദിൻ, അന്നേ ദിവസം, യസ്ദുറുന്നാസു യസ്തതൻ ലിയുറൗ അഅ്മാലഹും, ചെയ്ത അമലുകളുടെ കൂലി കാണിച്ചു കൊടുക്കപ്പെടാൻ വേണ്ടി കാണിച്ചു കൊടുക്കും. ഇത് ഇന്നതിന് ഇന്നത് പോലെ എന്ന് കാണിച്ചു ബോധ്യപ്പെടുത്തി കൊടുക്കും. ആർക്കും ഇനി ഒരു സംശയമില്ല. പരീക്ഷാ പേപ്പർ വിതരണം ചെയ്തു. പരീക്ഷാ ഹാളിൽ താൻ എഴുതിയ ഉത്തരത്തിന് കിട്ടിയ ആൻസറുകൾ കണ്ടു. എന്നാലും ടീച്ചറുടെ മുന്നിലേക്ക് കുട്ടി ഒന്നുകൂടി ചെല്ലും. എന്നിട്ട് പറയും, ഈ ചോദ്യോത്തരം ഇങ്ങനെയല്ലേ ഞാൻ എഴുതിയത്. വേണമെങ്കിൽ ഇങ്ങനെ പറയും, അപ്പുറത്തിരിക്കുന്നവനും ഇതുപോലെ എഴുതിയിട്ട് അവൻ 1/2 മാർക്ക് കൂടുതലുണ്ടല്ലോ, ഇതെന്താ ഒന്ന് തിരുത്തിക്കൂടെ? അപ്പൊ ടീച്ചർ പറയാം, അബദ്ധം പറ്റിയതാ, അല്ലെങ്കിലോ നിന്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാ, അതുകൊണ്ടാ നിനക്ക് മാർക്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ അവിടെ ഇന്ന ഒരു വാചകവും കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒന്നുപോലെയല്ല നമ്മുടെ ജീവിതത്തിന്റെ വലിയ പരീക്ഷയുടെ റിസൾട്ട് കാണിക്കപ്പെടുകയാണ്. ചെയ്തത് ഇന്ന പ്രവൃത്തിയല്ലേ, നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടം കണ്ട അല്ലാഹ്, കണ്ണിന്റെ കട്ടുനോട്ടം കണ്ട അല്ലാഹ്, കട്ടുനോക്കിയത് നീ മറന്നാലും ഡേയും ഡേറ്റും മിനിറ്റും സെക്കൻഡും ആ നിന്റെ 7 കിതാബിൽ രേഖയാ. അത് കാണിച്ചു തരാൻ വേണ്ടി നിന്നെ കൊണ്ടുവരപ്പെടും. കൂട്ടം 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 കൂട്ടമായി. നിങ്ങൾ കശുവണ്ടി പരിപ്പ് വാങ്ങാൻ ബേക്കറിയിൽ ചെന്നിട്ടുണ്ടോ? ഇക്കഴിഞ്ഞ ആഴ്ച ലുലു മാളിൽ ഞാൻ കണ്ടതാണ്. ഈ നട്ട്സ് വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോ ഓരോ ഭരണിയിലും ഓരോ ഐറ്റത്തിന് ഓരോ വിലയാ. ഒക്കെ ഒരുപോലെ. എന്നാൽ ചിലതിന് എന്താ വ്യത്യാസമുണ്ട്. ആ ഐറ്റം ആ ഭരണിയിൽ വരട്ട, അതിന് ആ വിലയാണ്. ഈത്തപ്പഴം വാങ്ങാൻ ചെന്നിട്ടുണ്ടോ? ഒക്കെ ഈത്തപ്പഴാണോ? അതെ. ഓരോന്നിനും ഓരോ ഐറ്റം. അതെടുക്കണ്ട, അത് വില കൂടിയതാ, ഇതെടുക്ക. അങ്ങനെ ഓരോന്നിനും. ഓറഞ്ച് തന്നെ എത്ര തരത്തിലുള്ളതാണ്. ഈ മനുഷ്യരെ അല്ലാഹു തരം തിരിക്കുമെന്നിട്ടോ നല്ല കാഴ്ച കാണാനുള്ള മനുഷ്യന്മാരുണ്ടാകും. അവരെ പോലെ ആവാൻ പറ്റൂല. എന്നാലും അല്ലാഹുവേ ആ കൂട്ടത്തിലേക്ക് ചേർക്കണേ എന്ന് ദുആ മഹാനായ യൂസുഫ് നബി. 45 രൂപയുടെ അരി വാങ്ങും, 55 രൂപയുടെ അരി വാങ്ങും. ഒന്ന് നമ്മളൊന്ന് പാറ്റേണ്ടതാണെങ്കിൽ, പാറ്റാന്നല്ല പറയാ, മുറത്തിലിട്ടിട്ട് ഒന്ന് പാറ്റേണ്ടതാണെങ്കിൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഉണ്ടാവും, ചിലത് കറുത്തതുണ്ടാവും, ചിലത് ഒടിഞ്ഞതുണ്ടാവും, അല്ലേ? അടക്ക കുത്തി അതിന്റെ തൊണ്ടിന്ന് വേർപെടുത്തി അത് വിൽക്കാൻ കൊണ്ടുപോകുമ്പോൾ ചിലത് നിറമുള്ളതുണ്ടാവും, ചിലതിന് ഇത്തിരി നിറം കുറഞ്ഞുണ്ടാവും. പക്ഷെ അതെന്ത് ചെയ്യും? നിറമുള്ളതിനൊരു വില, നിറമില്ലാത്തതിന്. 1000 അടക്കത്തൊണ്ട് പൊളിച്ചിട്ടാണ് 1000 അടക്ക എടുത്തിട്ട് 15 അതിന്റെ അകത്ത് നിറം കുറഞ്ഞാണ്. നമ്മളെ 15 വേറെ വിൽക്കൂലല്ലോ. എന്ത് ചെയ്യും? സ്വാലിഹീങ്ങളുടെ കൂടെ എന്ത് ചെയ്യും? ആ മോശമായതിനെ ചേർത്ത് വിടും. ഇതിനെല്ലാത്തിനും ഒറ്റ മാർക്ക കിട്ടാം.
യൂസുഫ് നബി ദുആയിരുന്നു, പഠിച്ചോനെ ആരാ യൂസുഫ് നബി, ആരാ യൂസുഫ് നബി? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ലൊരു ആൺകുട്ടിയാണ്, ഏറ്റവും നല്ല വ്യക്തിത്വമാണ് യൂസുഫ് നബി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ഏറ്റവും നല്ല വ്യക്തിത്വമാവാം. ഒരാളുടെ സ്വകാര്യതയിൽ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അവഗണിച്ചു കളഞ്ഞ ആളാ മഹാനായ യൂസുഫ് നബി. ഏതായിരുന്നു സ്വകാര്യത? ഏതായിരുന്നു സ്വകാര്യത? ടെലഫോണിന്റെ കാനകീറാൻ വന്ന തമിഴ്ത്തി പെണ്ണല്ല, രാജകൊട്ടാരത്തിലെ രാജ്ഞിയാണ് വിളിച്ചത്. സർവ്വ സൗകര്യങ്ങളാലും അവളാൽ വിളിച്ചു കൊണ്ടുപോയതാ. അവിടെ മാന്യന്മാരിലെ ഏറ്റവും വലിയ മാന്യൻ അത് ഇസ്ഹാഖ് നബിയുടെ മകൻ യാഖൂബ് നബിയുടെ മകൻ യൂസുഫാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് നബി 12 വർഷം കാരാഗ്രഹത്തിന്റെ കന്മതിലിനകത്ത് കിടന്ന ആളാ. ഒറ്റ വാക്കാ പറഞ്ഞോളൂ, ദുഖുറുനി ഇൻദ റബ്ബിക. കൂടെ കാരാഗ്രഹത്തിൽ മഹാനവറുകളുടെ കൂടെ 5 കൊല്ലം ഒരുമിച്ചുണ്ടായ 2 പേരിൽ ഒരാൾക്ക് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനമനുസരിച്ച് അയാളുടെ കൊലപാതക ശിക്ഷ നടപ്പാക്കപ്പെടും. മറ്റേയാൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് അയാൾ രാജാവിന്റെ അടുത്ത ആളായി പ്രഖ്യാപിക്കപ്പെടും. ഞാൻ വിശദീകരിക്കുന്നില്ല. മരിച്ചുപോകുമെന്നതാ ഒരാൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, അത് പറഞ്ഞു കൊടുത്തു. കൂടെ ഉണ്ടായ മറ്റേയാള് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം രാജാവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാകുമെന്നതായിരുന്നു. അങ്ങനെയുള്ള ആളോട് പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ ഉദ്കുറുനി, എനിക്ക് സ്വപ്ന വ്യാഖ്യാനത്തിന് കാശൊന്നും വേണ്ട, ഉദ്കുറുനി ഇൻദ റബ്ബിക, നിന്റെ യജമാനന്റെ അടുത്ത് ചെല്ലുമ്പോ എന്നെ ഒന്ന് ഓർക്കണേ. എത്ര അക്ഷരായി? നിങ്ങൾ ഈ കാട്ടുമൊയിൽ നോക്കുമ്പോൾ നോക്കിയിട്ട് എത്ര അക്ഷരായി? ഇപ്പൊ 12 അക്ഷരം. ആ വാക്കിൽ എത്ര അക്ഷരമുണ്ട്? 12 അക്ഷരമുണ്ട്. ഈ വാക്ക് പറയുന്നത് 5-ാം കൊല്ലത്തില. എവിടെ? ജയിലിലെത്തിയിട്ട് 5-ാം കൊല്ലത്തില ഈ വാക്ക് പറഞ്ഞത്. വാക്കിൽ എത്ര അക്ഷരമുണ്ട്? ഖുർആന്റെ ആയത്താണിത്. 12 അക്ഷരം. അള്ളാഹുവിന് ഇഷ്ടായില്ലത്. ഏത്? അള്ളാഹുവിന്റെ മുഖറബായ നബി മറ്റൊരാളോട് അവിടെ പോയപ്പോ എന്റെ കാര്യം ഓർക്കണേന്ന് പറയാ എന്നത് ഒരു നിലവാരം കുറഞ്ഞ പരിപാടിയാണ്. അത് ഉസ്താദ് ചെയ്താൽ ശരിയാവില്ല ഉസ്താദ്. ഞാൻ അങ്ങനെയല്ലേ? ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോയി കവർ പിടിച്ചോ പിക്കാരനോട് പറഞ്ഞു, അത് ഞാൻ പിടിച്ചോളാം ഉസ്താദ്. ഉസ്താദ് തൂക്കി പിടിച്ചു. അതൊന്നും കുഴപ്പമില്ല. അങ്ങനെയുണ്ട്. അത് യൂസുഫ് നബി ചെയ്യേണ്ട പണിയല്ല. എന്ത്? എത്രയോ താഴെ കിടക്കണ അവന്റെ ഒക്കെ അടുത്ത് പോയിട്ട് പറയാണ്, നീ അവിടെ ചെല്ലുമ്പോ എന്റെ കാര്യം ഒന്ന് ഓർക്കണോട്ടോ എന്ന് പറഞ്ഞാൽ അത് മഹാനവറുകളുടെ നിലവാരത്തിന് പറ്റിയതല്ല, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. 12 അക്ഷരല്ലേ പറഞ്ഞത്? പോയി കിടക്കട്ടെ. എവിടെ? ജയിലിൽ തന്നെ കിടക്കട്ടെ എന്ന് അള്ളാഹ് തീരുമാനിച്ചു. എന്റെ വകയല്ല. ഇസ്മാഈൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെ അള്ളാഹു തീരുമാനിച്ച 12 കൊല്ലത്തെ പൂർത്തീകരിക്കാൻ ഈ 5-ൽ നിന്നും പിന്നെ 7 കൊല്ലം ഇതുമായി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വഹി പറഞ്ഞപ്പോ യൂസുഫ് നബി കരഞ്ഞപ്പോ ജിബ്രീൽ ജയിലിലുണ്ടായി കൂടെ. ജയിലിൽ നിന്നും പുറത്തു വന്ന യൂസുഫ് നബി പറഞ്ഞു, ആ 5 കൊല്ലം എനിക്ക് എങ്ങനെയാ തീർന്നതെന്ന്, ഞാൻ എങ്ങനെ കഴിച്ചുകൂട്ടിയെന്ന് എനിക്കറിയില്ല. അത്രയും പ്രയാസമായിരുന്നു 5 കൊല്ലം. ശേഷമുള്ള 7 കൊല്ലം എന്റെ റബ്ബിനോട് ഞാൻ പശ്ചാത്തപിച്ചു. അള്ളാഹുവിനെ ഓർത്ത് ഞാൻ കരഞ്ഞു. എന്റെ റബ്ബിനെ ഓർക്കാൻ കിട്ടിയ കരച്ചിലിന്റെ ദിനരാത്രങ്ങൾ ഞാൻ ആസ്വദിച്ചു. എന്റെ മുന്നിൽ, എന്റെ ഹൃദയത്തിൽ എന്റെ അല്ലാഹ് വന്നപ്പോ എനിക്കത് ആസ്വാദനമായിരുന്നു എന്ന് പറഞ്ഞ യൂസുഫ് നബിയുടെ ദുആ ഉണ്ടല്ലോ, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ് فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. പടച്ചോനെ, ഞാൻ വലിയവനല്ല, എന്റെ വാപ്പ വലിയ ആളാ, ഇസ്ഹാഖ് മഹാനായ യാഖൂബ്. അല്ലാഹുവേ, മഹാനവറുകളുടെ വാപ്പ അതിലും വലിയ ആളാ, മഹാനായ ഇസ്ഹാഖ്. അല്ലാഹുവേ, മഹാനവറുകളുടെ പിതാവ് ഇബ്രാഹിം, പ്രപഞ്ചം കണ്ട മാനവകുലത്തിന്റെ 2ാമത്തെ നേതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം. പടച്ചോനെ, എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിച്ചിട്ട്
അവര് പോകുന്ന സംഘത്തിലേക്ക് എന്നെ ചേർക്കണേ. അവിടെ ചേരേണ്ട ആളല്ല ഞാൻ, പക്ഷെ അങ്ങോട്ട് ചേർക്കണേ. ഈ ചേർക്കൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. ചേർത്താ മതി, അതുപോലെ ആവണ്ട. ചേർത്താ മതി, അതുപോലെ ആവണ്ട, അതാവണ്ട. ചേർത്താ മതി, ചേർത്താ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ഒരു വില കിട്ടും ആ കൂട്ടത്തിൽ അങ്ങോട്ട് ചെന്നാൽ. ആ കൂട്ടത്തിൽ അങ്ങോട്ട് ചെന്നാൽ ആ വില കിട്ടും. ആ കൂട്ടത്തിൽ അങ്ങ് ചെന്നാൽ ആ വില കിട്ടും. അല്ലാഹുവേ അൽഹംദുലില്ലാഹ്. അങ്ങനെയാണ്. ഇനി കേട്ടോളൂ, ഇങ്ങനെ ഓരോ ഫയലുകളായി സംഘങ്ങളായി ജനങ്ങളെ അള്ളാഹു കൊണ്ടുവരും. ചെയ്തതൊക്കെ കാണിച്ചു കൊടുക്കും. ഒക്കെ കാണും, ഒക്കെ കാണും. വേഗം കണ്ട് വേഗം മനസ്സിലാക്കാവുന്ന ഒരു വേഗത മെഷറയിലുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു സോഫ്റ്റ്വെയർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ചിലർ കണ്ടിട്ടും തീരുമല്ല, അവരവിടെ നിന്ന് വേർത്ത് അടങ്ങാറാവും. 50,000 കൊല്ലമൊക്കെ നിൽക്കേണ്ടി വരും. ചിലർക്ക് 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയം കൊണ്ട് എല്ലാം കണ്ട് എല്ലാം ബോധ്യായി ഒരൊറ്റ പോക്ക. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. മഷറ 2 റക്അത്ത് നിസ്കരിക്കുന്ന വേഗതയില് ഒരു സത്യവിശ്വാസിക്ക് അനുഭവിക്കാൻ പറ്റും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 50,000 കൊല്ലം നിൽക്കേണ്ടവരും അവിടെ ഉണ്ട് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഉണ്ടല്ലോ, ഒന്നും മിസ്സാവൂല. സ്വർണം വാങ്ങാൻ ചെന്ന അരി വാങ്ങാൻ ചെല്ലുന്ന പോലെയല്ല. അരി വാങ്ങുമ്പോ എന്താ, 5 കിലോ തൂക്കി ലൂസ് വാങ്ങാൻ എന്ത് ചെയ്യും? 5 കിലോത്തിന്റെ കൂടെ തൂക്കം കറക്റ്റ് ആക്കിയാൽ എന്ത് ചെയ്യും? ഒരു പിടി ഇത്തിരി കൂടുതലിടും. 10 നാരങ്ങ വാങ്ങാൻ ചെന്നു, തൂക്കത്തിനാ വാങ്ങണമെന്ന് വെച്ചു. ചിലപ്പോ ഒരെണ്ണം ഇരിക്കട്ടെ, ചാള വാങ്ങാൻ ചെന്നു, മത്തി വാങ്ങാൻ ചെല്ലുമ്പോ തൂക്കം ക്ലിയർ ആയാലും ഒരെണ്ണം ഇടും. സ്വർണ്ണം വാങ്ങുമ്പോ അങ്ങനെ ഒരെണ്ണം കൂടുതൽ കിട്ടിയാരുണ്ടോ? ഒരു 10 വള വാങ്ങാൻ പോയി, അതൊക്കെ അവർക്ക് ഇഷ്ടമായി. നമ്മളോട് നല്ല ഡീലിങ്. സ്വർണം വാങ്ങാൻ ചെല്ലുമ്പോ അവരുടെ ഡീലിങ് കണ്ട പഠിച്ചവൻ എന്തൊരു സ്നേഹം, വെറുതെ തരണ പോലെ തോന്നും. കഴുത്ത് അറുക്കണ പണിക്കാശും വാങ്ങും അല്ലേ? കഴുത്ത് അറുക്കുന്ന പണിക്കാശ് വാങ്ങും ചെയ്യും. എന്നിട്ട് എന്തൊരു ചിരിയാണല്ലേ. ആ ചിരിയൊക്കെ തന്നിട്ട് ഏതായാലും ഇത്ത വന്ന് ഇവിടം വരെ വന്ന് നാരങ്ങളൊക്കെ തരൂര്. പക്ഷെ അതൊക്കെ കുടിച്ചിട്ട് ഇത്താനോട് പറയണ, സ്വർണം തൂക്കിക്കൊണ്ടിരിക്കുമ്പോ 10 വള വാങ്ങിയതല്ല ഇത്ത, ഞങ്ങളുടെ വക ഒരു മോതിരം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഇത്താക്ക് അങ്ങനെ കിട്ടിയെന്ന് പറയണേ, ഞാനൊരു മോതിരം തരാം. അങ്ങനെ കിട്ടിയവരുണ്ടാവൂല. കാരണം എന്താ? ആ ഒരു കണക്കുണ്ട്, ആ ഒരു തൂക്കം. ആ ഒരു തൂക്കമാണ്, ആ ഒരു തൂക്കമാണ് മഹ്ശറയിലെ തൂക്കം. ഖുർആൻ പറയുന്നു, ഒരു അണുത്തൂക്കം ഖൈർ ചെയ്തിട്ടുണ്ടോ, അല്ലാഹു കബൂലാക്കിയിട്ടുണ്ടോ, യറാഹു, അത് കാണാം. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. സ്വർണം നോക്കിയതിനേക്കാളും സൂക്ഷ്മമായ തൂക്കമുള്ള തിലാസാണ് മീസാൻ എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്ത് പരിശുദ്ധ മദീനയിൽ വലിയ വിപ്ലവം, ചിന്താ വിപ്ലവം ഉണ്ടാക്കിയ ആയത്തുകളാ. ഈ ആയത്ത് ഇറങ്ങുന്ന നേരത്ത് അള്ളാന്റെ ഹബീബ് പരിശുദ്ധ മിമ്പറിന്റെ പടവുകളിൽ കയറി. എന്നിട്ട് അവിടുന്ന് പറയാൻ തുടങ്ങി, ഖാല റസൂലുള്ളാഹി അലാ വ ഇന്ന ദുനിയാ ഇർളുൻ ഹാദിർ. ദുനിയാവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കയ്യിൽ കിട്ടിയ ഒരു ചരക്ക് മുതൽ മാത്രമാണ്. ഇപ്പൊ കയ്യിൽ കിട്ടിയ ഒരു, ഇപ്പൊ കുറച്ചു നേരത്തേക്ക് മാത്രം കിട്ടിയ ഒരു ചരക്ക് മുതലാ ദുനിയാവ്. അങ്ങനെ ചിന്ത തോന്നാറുണ്ടോ നമുക്ക്? അങ്ങനൊരു തോന്നലുണ്ടോ? ഇപ്പൊ കുറച്ചു നേരത്തേക്ക് ഒരു ബസ്സിലെ യാത്രയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ബസ്സിനെ പോയത്. കുറെ കാലത്ത് ബസ്സിൽ കയറിയതാ. അപ്പൊ ഒരു ഓർഡിനറി ബസ്സിലാ കയറിയത്. ഞാൻ 15 മിനിറ്റ് കൊണ്ട് പറവൂരുന്ന് ആലുവിലെത്തുന്ന ആളാ. പക്ഷേ ബസ് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് കുറെ ദിക്റും സലാത്തൊക്കെ ചൊല്ലി കുറച്ച് കഴിഞ്ഞപ്പോ പറ്റില്ലാതായി. ബസ് അവിടെ എത്തണ്ടേ. ഇതിന്റെ ഇടയിൽ ഓരോരുത്തരും ഇങ്ങനെ ബസ് ചെയ്ത് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇറങ്ങി. അപ്പൊ ഞാൻ ചിന്തിക്കണം എന്തെന്നാ, ഇതുപോലെ ഒരു സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങേണ്ട ആളാണ്. ദുനിയാവ് ഒരു വാഹന. ആ വാഹനത്തില് മുന്നിലെ ഡോറിൽ നിന്ന് ഒരാൾ കയറിയിട്ട് പിന്നോട്ട് നടന്നാലും, അതായത് ബസ് ഇപ്പൊ പോകുന്നത് പടിഞ്ഞാട്ടാണെന്ന് വെക്കാം, അതിന്റെ മുന്നിലെ ഡോറെ കയറിയ ആള്
ബാക്കിലെ സീറ്റിലേക്ക് വരുമ്പോ ബസ് പടിഞ്ഞാട്ടും പോകും, ഇയാൾ അങ്ങോട്ടപ്പോ നടന്നത് കിഴക്കോട്ട്. ഫലത്തിൽ ഇയാൾ അങ്ങോട്ടാ പോയത് പടിഞ്ഞാട്ട് തന്നെ. ഇങ്ങനെ പലതും കാണാൻ നമുക്ക്. ഈ ബസ്സില് ചിലര് ആ സ്റ്റോപ്പിൽ ഇറങ്ങും, ചിലർ ഈ സ്റ്റോപ്പിൽ ഇറങ്ങും. എല്ലാ സ്റ്റോപ്പിലും ഇറങ്ങേണ്ടി വരും. നമുക്ക് ഇറങ്ങാനുള്ളൊരു സ്റ്റോപ്പുണ്ട്, അവിടെ നേരത്തെ ഇറങ്ങേണ്ടി വരും. 40ാമത്തെ വയസ്സിൽ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ 40ാമത്തെ വയസ്സിൽ നിശ്ചയിക്കപ്പെട്ട ആൾ അവിടെ ഇറങ്ങണം. അത്രേ ഉള്ളൂ ഒരു യാത്ര. ഹബീബ് പറഞ്ഞത് അങ്ങനെയാ, സ്വഹാബിയോട് പറഞ്ഞത് അങ്ങനെയാ. ഒരു റോഡ് മുറിച്ച് കിടക്കുന്നവനെ പോലെ അവിടുന്ന് കിടന്നുറങ്ങിയ ശരീരത്തിൽ ഓലയുടെ അടയാളം, ഈത്തപ്പനയുടെ ഓലയുടെ അടയാളം വ്രണം പോലെ തടിച്ചോടത്ത് സ്വഹാബി കരഞ്ഞുപോയി, ഞങ്ങൾ അങ്ങേക്ക് വിരിപ്പുണ്ടാക്കി തരട്ടെ നബിയെ. മഹാനായ സലമയെ പോലെയുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ നല്ല നെയ്ത്തുകാരല്ലേ, അവരോട് പറഞ്ഞാൽ ഉണ്ടാക്കി തരുമല്ലോ. അങ്ങേക്ക് ഞങ്ങളൊരു നല്ല മെത്ത ഉണ്ടാക്കി തരട്ടെ. മാലി വലിദുനിയാ, എടാ ഇത് കുറച്ചു നേരം നിന്റെ കയ്യിൽ പിടിക്കാൻ തന്ന സാധനായത്. മൂമിനായ മനുഷ്യന്റെ കയ്യിൽ ഇത് പിടിക്കുമ്പോ ഒരു തീക്കനല് പിടിച്ച പോലെ. എപ്പോഴാ ഇതൊന്ന് താഴെ വെക്കാ? ഖാല റസൂലുള്ളാഹി, അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതൊരു കുറഞ്ഞ നേരത്തെ ഒരു ചെറിയ അനുഭവം മാത്രം. ഒരു തണല് കൊള്ളാൻ യാത്രികൻ പോയി മരത്തിന്റെ ചുവട്ടിലിരുന്നു. അവൻ വൈകുന്നേരത്തിന് മുന്നേ, ഇരുട്ട് വരുന്നതിന് മുന്നേ ഇന്നയിടത്ത് എത്തണം. ഉച്ചയുടെ വെയിൽ കൊണ്ടോടത്ത് അവനും ഇരിക്കാൻ മരത്തണല് തെരഞ്ഞെടുത്ത പോലെ ഞാനും ഒരു മരത്തിന്റെ തണല് തേടിയിരുന്നതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതിനപ്പുറത്തേക്കൊരു തണല് ഇവിടെയില്ല. അമേരിക്കക്കാരൻ പറഞ്ഞ പോലെ few years left on earth, ഇവിടെ കുറച്ച് നാളെ താമസിക്കാനുള്ളൂ എന്നാ. 60 കിട്ടോ? മുൻ മുഖ്യമന്ത്രിക്ക് ഇന്ന് 100 വയസ്സായി. മുൻ മുഖ്യമന്ത്രിക്ക് ഇന്ന് 100 വയസ്സായി. ഞാൻ ആലോചിച്ചു, എന്തൊരു അനുഭവമായിരിക്കും അങ്ങേർക്കുള്ളത് അല്ലേ? എന്തൊരു അനുഭവം. 100 വയസ്സ് ജീവിച്ച ഒരാളെ കാണാൻ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. വല്ലുപ്പമാരെ ഓർത്താൽ അവരെത്ര പ്രായത്തിലാ പോയത്? 70ന്റെ പുറത്താ. ഇന്ന് അങ്ങനെ ഒന്നുമില്ല. വയസ്സായി കിടന്നിട്ട് മരുമക്കള് നോക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്തയൊന്നും വേണ്ട. അവിടേക്കൊന്നും എത്തൂല. ഇത് വേഗം അടിച്ചോ. പ്രത്യേകിച്ചല്ല ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം തീർന്നു. വേഗം അള്ളാഹു കാക്കട്ടെ. കൊല്ലത്തിലൊരിക്കൽ ECG എടുത്ത് നോക്കണം, വേരിയേഷൻ ഉണ്ടെന്ന് നോക്കണം കേട്ടോ. അതൊരു ഉപദേശമായിട്ട് കൂട്ടണ്ട, ഒരു അനുഭവമായിട്ട് കൂട്ടിയാൽ മതി. 10-60 രൂപ കൊടുത്താൽ അത് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഫിസിക്കലി നമ്മളൊന്നും തയ്യാറായി നോക്കണം. അതിനെക്കുറിച്ചൊരു ബോധ്യം വേണം. അള്ളാഹു രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ. വേഗം പോകും. അങ്ങനെയുള്ള ഈ ദുനിയാവ് ഇപ്പൊ നിന്റെ കയ്യിൽ കിട്ടിയ ഒരു സാധന, അത് കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. ഇപ്പൊ നിന്റെ കയ്യിൽ അല്ലാഹു തന്ന ഒരു ചെറിയ അനുഭവമാണ് നിന്റെ ദുനിയാവ്. എന്നാൽ ഇവിടെ നല്ലോനും തിന്നുന്നുണ്ട്, മോശക്കാരനും തിന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു ലോകത്താ ഇപ്പൊ നീ ഉള്ളത്. നല്ലോനും തിന്നും, മോശക്കാരനും തിന്നും. എന്നിട്ടോ ഈ നല്ലവനും മോശക്കാരനും ഒരുപോലെ തിന്നുന്നോടത്തുനിന്ന് ഫിൽട്ടർ ചെയ്യും. ഇനി അതിന്റെ അപ്പുറത്തേക്ക് മോശക്കാരൻ തിന്നൂല. ആരെ തിന്നു? നല്ലോണം നല്ലവനെ തിന്നു. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, സ്വർഗ്ഗ അല്ലാഹു തരട്ടെ. തിന്നുന്നതിൽ വ്യത്യാസം ഉണ്ടാവും, തീറ്റയില് വ്യത്യാസം ഉണ്ടാവും, അനുഭവത്തിൽ വ്യത്യാസം ഉണ്ടാവും. ദുനിയാവിൽ എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാം. എല്ലാവരും മിക്സ് ചെയ്തിട്ട്. ഇനി അടുത്ത തേങ്ങാപ്പാല് പിഴിയണെങ്കിലാ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, അങ്ങനെയല്ലേ? നിങ്ങളോടിപ്പോ ഒക്കെ പറഞ്ഞ മനസ്സിലാവുന്നില്ല. തേങ്ങാപ്പാല്, 1-ാം പാല്, അത്രയും ക്വാളിറ്റി എന്തായാലും എന്തിനുണ്ടാവൂല, 2-ാം പാലിനുണ്ടാവൂല. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് അങ്ങനെ അല്ലേ? തേങ്ങാപ്പാൽ അങ്ങനെയല്ലേ? അബദ്ധമൊന്നുമല്ലല്ലോ. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. അത് കഴിയുമ്പോ ഒരു കളയല. ആ 1-ാം പാലല്ല 2-ാം പാൽ, അങ്ങനെ ഓരോ കാറ്റഗറിയാ. പടച്ചോനെ, അവസാനം വലിച്ചെറിഞ്ഞ് തെങ്ങിന്റെ വീട്ടിലേക്ക് കളയണ തേങ്ങാ പീരാ ഞാൻ. എന്നാലും ആ 1-ാം പാലിന്റെ അകത്ത് ഒരു കഷ്ണല്ലേ, ഞാനും അങ്ങോട്ട് കയറിക്കോട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ നല്ലോരും തിന്നും, മോശക്കാരും തിന്നുമെന്ന് ഖാല റസൂലുള്ളാഹി. എന്നാൽ ആഖിറം അങ്ങനെയല്ല. വഇന്നൽ ആഖിറ അജലുൻ സാദിഖുൻ. ഒന്ന് അല്പം വെയിറ്റ് ചെയ്താൽ ഉറപ്പായും കിട്ടുന്ന ഒരു അനുഭവമാണ് ആഖിറം എന്ന് ഖാല റസൂലുള്ളാഹി.
അല്പം വെയിറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടും ആഖിറം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്പം വെയിറ്റ് ചെയ്താൽ ഉറപ്പായും കിട്ടും. അല്പം വെയിറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഒരു വിധി വരാനുണ്ട്. യഖ്ലി ഫീഹാ മലിക്കുൻ ഖാദിറുൻ, എല്ലാത്തിനും കഴിവുള്ള രാജാവാ അവിടെ വിധി പറയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ വിധി പറയാ. അറിയണേ വഇന്നൽ ഖൈറ കുല്ലഹു ബിഹദാഫീരിഹി, അവന്റെ മേൽനോട്ടത്തിലാ നന്മകളുടെ കൂടുകളും കൊട്ടകളും നന്മകളുടെ ഫയലുകൾ അവന്റെ മേൽനോട്ടത്തിലാ. എല്ലാത്തിനും കഴിവുള്ളവന് അവന് വീഴ്ച പറ്റൂല. അവന്റെ കയ്യിലാണ് അതിന്റെ ഫയല് മുഴുവൻ. അതുകൊണ്ട് ആ ഫയലനുസരിച്ചുകൊണ്ട് അവൻ നന്മക്കാരനെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. തിന്മകളും അങ്ങനെ തന്നെ അവന്റെ അടുക്കൽ ഫയല. അവിടെ നടക്കുന്ന ഓഡിറ്റിംഗ് പോലെ ഒരു ഓഡിറ്റിംഗ് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. എവിടെ ഉണ്ടാവില്ല. അവിടെ ഉണ്ട്. എല്ലാം വരവ് ചെലവ് എല്ലാം അവിടെ ഉണ്ട്. കറക്റ്റ് കണക്കാ. പിന്നെ നന്മ ചെയ്തവന് ഓഫർ ഉണ്ട് കേട്ടോ. ഇതെല്ലാം തൂക്കിക്കഴിഞ്ഞിട്ട് 10% ഡിസ്കൗണ്ട് കൊടുക്കും. നന്മ ബിഅശറതി അംസാലിഹാ, 10 ഇരട്ടി എന്ന് പുണ്യനബി. അലിഫ് ലാം മീം എന്നത് 3 അക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല. അത് 3 അക്ഷരമാണെങ്കിലും 30 പുണ്യം എന്ന് ഖാല റസൂലുള്ളാഹി. മനസ്സിലായില്ല? അങ്ങനെയാ. തിന്മ അള്ളാന്റെ നീതിയാ. ഇതൊന്നേ ഉള്ളൂ. നന്മ ചെയ്യാൻ ഒരാൾ വിചാരിച്ചു, പക്ഷേ ചെയ്തില്ല. എന്നാലും അവൻ ഒരു നന്മ ഖാല റസൂലുള്ളാഹി വിചാരിച്ചല്ലോ എന്നാ ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചു, അതിന്റെ കൂടെ അവൻ ചെയ്യുകയും ചെയ്താൽ വിചാരിച്ച കൂലിയുമുണ്ട്. ചെയ്തതിന് 10 ഇരട്ടി. നല്ല വിചാരമാ, നല്ല നീയത്താണെങ്കിൽ 10 70 ആവാം, 700 ആവാം, 7000 ആകാം, 7 ലക്ഷമാകാം. ഇൻഡു ഖാല റസൂലുള്ളാഹി. തുർമുദിയിലുണ്ട്, അബൂദാവൂദിലുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ തിന്മ ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ തിന്മ വിചാരിച്ചോടത്ത് അല്ലാഹു എഴുതൂല. തിന്മ വിചാരിച്ചതിന്റെ പേരിൽ എഴുതൂല. എന്നിട്ട് അവൻ തീരുമാനിച്ചത് ചെയ്യണ്ടെന്നങ്ങ് വിചാരിച്ചു. അപ്പൊ എഴുതും. ചെയ്യാതിരിക്കാൻ അവൻ തീരുമാനിച്ചല്ലോ, അതൊരു നന്മയാണ് ഖാല റസൂലുള്ളാഹി. ഇനി അവൻ തിന്മ ചെയ്യാൻ വിചാരിച്ചു, ചെയ്താൽ 1 എഴുതൂ. തിന്മക്ക് 1 ഉള്ളൂ എഴുത്ത്. അല്ലാഹു കാരുണ്യവാൻ, അല്ലാഹു കരുണ ചെയ്യട്ടെ. നീ കേട്ടോളൂ, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവനെ പറ്റി അല്ലാഹു മലക്കുകളോട് പറയും, 3 ദിവസം അവൻ ചെയ്യുന്ന തിന്മ എഴുതാൻ വരട്ടെ. സ്വലാത്ത് ചൊല്ലുന്ന ആളെ പറ്റി പറയുമെന്ത്? അവന്റെ 3 ദിവസത്തെ തിന്മ എഴുതുണ്ടോ. നന്മയുടെ കൂലിയുണ്ട്, ഈ ആനുകൂല്യം. സ്വലാത്ത് കുറെ ചൊല്ലിട്ട് 3 ദിവസം എന്തായാലും എഴുതൂലെന്ന് ഓർത്ത് നമ്മൾ തിന്മ ചെയ്യാൻ നിൽക്കണ്ട. അതല്ല പറഞ്ഞത്. അങ്ങനെ ഉണ്ടല്ലോ, മലക്ക് വലത്തെ ചുമലയിലിരുന്നിട്ട് നന്മ എഴുതും, ഇടത്തെ ചുമലയിലിരുന്ന് തിന്മ എഴുതും. അപ്പൊ ഒരു ബിരുദം തീരുമാനിച്ചു, എന്നാൽ ഇടത്തെ ചുമല ഇടക്കിടക്ക് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാ തെറ്റ് ചെയ്യുമ്പോ മലക്ക് അത് എഴുതുമ്പോ അവിടെ തെറ്റിപ്പോക്കോട്ടെ. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? മനസ്സിലായില്ല? ഇടത്തെ ചുമലയില് മലക്ക് തിന്മ എഴുതുമ്പോ തെറ്റിക്കാൻ വേണ്ടിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ രേഖയിലുണ്ടാവില്ലാത്ത. അങ്ങനെ നമ്മുടെ കൂടായ്പൊന്നും അവിടെ നടക്കൂല. അതൊരു വേറൊരു സിസ്റ്റം. അത് റബ്ബുൽ ആലമീന്റെ സിസ്റ്റം. ഹബീബ് പറഞ്ഞു അവിടെ അവൻ. എന്നിട്ട് ഈ ആയത്ത് ഓതാൻ തുടങ്ങി മിമ്പറില. ഇപ്പോൾ മിമ്പറില, മദീനത്തെ പള്ളിയുടെ മിമ്പറില. ചെറിയ തെറ്റാണെങ്കിലും അതവിടെ കണക്ക് വരുന്നതാ. അള്ളാഹുവിന്റെ കണക്ക് പിഴക്കൂല. അള്ളാഹുവിന്റെ ഒരു പേര് തന്നെ ഹസീബ് എന്ന. ഹസീബ്, അള്ളാഹു ഹിസാബ് നടത്തുന്നവനാ. ഹിസാബ് എന്ന് പറഞ്ഞാൽ കണക്കെടുപ്പാ. ഖാല റസൂലുള്ളാഹി. മിമ്പറിൽ നിന്നുകൊണ്ട് പിന്നെ അങ്ങ് ഓതാൻ തുടങ്ങി. സ്വഹാബത്തെ ഇതിനപ്പുറം ഇനി വേറെ ഒന്നും പറയേണ്ടതില്ല. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. അല്ലാഹു നമുക്ക് നന്നാവാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് നല്ലതിലേക്ക് ചിന്തിക്കാനുള്ളതായ ഒരു ചിന്തയും അതിനുള്ളൊരു സ്വഭാവവും. തെറ്റല്ല, തെറ്റിനേക്കാളും ഗൗരവം തെറ്റല്ലാത്ത 4 കാര്യങ്ങൾക്കുണ്ട്. തെറ്റ് ചെയ്യുന്നതിനേക്കാളും ഗൗരവ 4 നിലപാടുകൾ.
തെറ്റ് ചെയ്താലുള്ള ഗൗരവമല്ല, അതിനേക്കാൾ അപ്പുറം ഗൗരവമുള്ള 4 കാര്യമുണ്ട്. തെറ്റിനേക്കാളും വലിയ ഗൗരവം ആ 4 ചിന്ത നമുക്ക് വന്നാൽ തകർന്നു, പിന്നെ സ്വർഗം കിട്ടൂല. മഹാനായ സഹിൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യമുണ്ടോ, ലാ തസ്തസ്ഗിർ ശൈഅൻ മിനൽ ദുനൂബ് വഇൻ ഖല്ല ഫഇന്നഹും ഖാലൂ അർബഅത്തുൻ ബഅദ ദംബി അശദ്ദു മിനൽ ദംബ്. ഒരു തെറ്റിനെയും ഇത് ചെറുതാണല്ലോ, അത് കറാഹത്താണല്ലോ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ല, അത് തെറ്റ് കുഴപ്പമില്ല എന്ന് വെച്ച് നിങ്ങൾ നിസ്സാരമാക്കി കളയല്ലേ. പലതുള്ളി പെരുവെള്ളം ചെറുത് വലുതാവുന്ന ഒരു ലോകം വരാനുണ്ട്, ഒരു കാലം വരാനുണ്ട്. സഹിൽ റളിയല്ലാഹു അൻഹു പറയുന്ന അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് പാടില്ല. കാരണം മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, പാപത്തെക്കാളും ശക്തമാ നമുക്കുണ്ടാകുന്ന 4 ചിന്തകൾ. ഒന്നാമത്തേത് അൽ-ഇസ്റാർ, പതിവായി ചെയ്യുമെന്ന ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ട്. നാളെ ഇൻഷാ അല്ലാഹ് അതിലെ തന്നെ പോവാ. എന്തേ, അവിടെ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വഴി അവിടെ ഉണ്ട്, ആരും കണ്ടില്ല. നാളെ ആൾക്കാരിപ്പോ ആരും അറിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നാളെ അതിലൂടെ തന്നെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ നാളെ ഇപ്പൊ ആരും അറിഞ്ഞിട്ടത്, ബാങ്കിൽ പൈസ കൊടുക്കുന്നുണ്ട്, ആ പൈസയും കൂടി ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഇതിന്റെ കൂടെ ഇട്ടാ ആ ഇൻട്രസ്റ്റ് ഒന്ന് ഇത്തിരി കൂടി കൂടുതലായിട്ട്, ഇതിപ്പോ ആരറിയാനാ? ആ ഒരു ചിന്ത ഉണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ലായിലാലും പറയണ്ടാവും, മജ്‌ലിസുന്നൂറുണ്ടാവും, ദിക്റുകൾക്കുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ചിന്ത എന്താ? ഇപ്പൊ ഒരു 4500 രൂപയാണ് ഇപ്പൊ മാസം അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് വരുന്നത്. കാശാ ചങ്ങായി തന്നിരുന്നെങ്കിൽ അതും കൂടി അതിന്റെ കൂടെ കിട്ടിയ അതൊരു 6000 ആയേനെ. അപ്പൊ അത് അങ്ങനെ നടന്നേനെ. ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ ചിന്തിച്ചത് എന്താ? അൽ ഇസ്റാർ, നിലവിൽ ചെയ്യുന്ന ഈ അധർമ്മം, ഈ തെറ്റ്, അത് തുടരാ, ഇച്ചിരി കിട്ടിയ ഒന്നുകൂടി ചെയ്യാം എന്ന ആ ഒരു തീരുമാനം തെറ്റിനേക്കാൾ കടുപ്പം. അള്ളാഹു കാക്കട്ടെ. പിന്നെ രണ്ടാമത് പറഞ്ഞു, മഹാനായ സഹ്ൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൽ ഇസ്തിബ്ശാർ, ഹറാമാണ് എന്നാലും ഒരു സന്തോഷം ഉണ്ടായി. എന്തേ? ഒരു ചിരി കണ്ടു, ആയിക്കോട്ടെ, ഒരു ഹായ് കിട്ടി, ആയിക്കോട്ടെ, സന്തോഷായ, സന്തോഷായി. ഹറാമിൽ സന്തോഷിക്കാം. ഹറാമിന്റെ സന്തോഷം അത് ഹറാം ചെയ്യുന്നതിനേക്കാളും, നമ്മള് മുഖേന ഒരാൾക്ക് ഒരു വിഷമം ഉണ്ടായി, അത് ഹറാമാണല്ലോ, നമ്മളതിൽ സന്തോഷിച്ചു. അത് ഒരു തെറ്റിനേക്കാളും വലിയ ഇടങ്ങേറുണ്ടാക്കുന്ന സാധനം. ആ സന്തോഷം നമ്മളെ നശിപ്പിക്കും എന്ന് മഹാന്മാര് പഠിപ്പിക്കാം. മൂന്നാമത്തേത് നിസ്സാരമായിട്ട് കാണാം. തെറ്റാണ്, പക്ഷെ നിസ്സാരമായിട്ട് കാണാം. നിസ്സാരം, അതൊന്നും ഒരു പ്രശ്നമല്ല, അപ്പോട്ടെ. അങ്ങനെ തെറ്റുകളെ നിസ്സാരവൽക്കരിക്കല് മൂന്നാമത്തെ കാര്യമാണ്. നാലാമത്തേത് തെറ്റാണെങ്കിൽ അതിൽ വലിയ പൊങ്ങച്ചം കാണിക്കാം. തെറ്റാണെന്ന് അവൻ അറിയാം, എന്നാല് അതിൻ്റെ അകത്ത് പൊങ്ങച്ചം കാണിക്കാം, വലിപ്പം കാണിക്കാം. അത് തെറ്റാടോ, എന്നാലും അവൻ അതിൽ നിന്നൊരു നാണോല പുളിയിലാന്ന് പറയും. അവന് അത് തെറ്റാണെന്നറിയാം, എന്നാലും അതിലൊരു പൊങ്ങച്ചം. ഈ 4 നിലപാടുകൾ മനുഷ്യനെ തകർക്കും, അവന്റെ സ്വർഗം നഷ്ടപ്പെടുത്തും എന്ന് മഹാന്മാർ പറയാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് നന്നാവാൻ തൗഫീഖ് നൽകട്ടെ. കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു അവസരത്തില് അത് പറയാം. സൂറത്തു ഇദാ സുൽസിലത്തിന്റെ വ്യാഖ്യാനം ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ മറ്റൊരു സന്ദർഭത്തിൽ നമുക്കത് പറയാം. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവെ സ്വീകരിക്ക് തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കു അല്ലാ. ദുആ വസിയത്ത് ചെയ്തവർ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, ആമീൻ പറയുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹസ്സലാക്കു അല്ലാ. നീ തന്ന എല്ലാത്തിലും ബറക്കത്ത് തരണേ അല്ലാ, തരാൻ ഉദ്ദേശിച്ചതിൽ ബറക്കത്ത് തരണേ അല്ലാ.
ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് നല്ലത് വരുത്ത് അല്ലാ. ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ യഹൂദിയീൻ الذين يصدون عن سبيلك ويقاتلون أولياءك. اللهم دمر أعداءنا وأعداءك وأعداء المسلمين. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح حال إخواننا وأهلنا في فلسطين. اللهم آمن روعاتهم. اللهم احقن دماءهم واشف مرضاهم وتقبل شهداءهم. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انتصر لهم من اليهود المحتلين الغاصبين. اللهم كن لهم معينا ونصيرا ومؤيدا وظهيرا. اللهم طهر المسجد الأقصى من اليهود المحتلين الغاصبين. اللهم احفظ المسجد الأقصى. اللهم اجعله سامحا عزيزا إلى يوم القيامة بفضلك وجودك وكرمك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.